പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളിനെയാണ് ഞാൻ മോർണിംഗ് ഷോയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മയക്കുമരുന്ന് വ്യാപനം കേരളത്തിൽ അതിരൂക്ഷമാണ് എന്ന അഭിപ്രായമുള്ള എക്സൈസ് മേധാവികളിൽ ഒരാളാണ് അദ്ദേഹം. കേരള പോലീസിലെ സിംഗം, സൂപ്പർ ഹീറോ ആയിരുന്നു ഒരു കാലത്ത് ഋഷിരാജ് സിംഗ് IPS. രാജസ്ഥാൻ ബിക്കാനറിലെ മുഗൽ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഋഷിരാജ് സിംഗ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങൾ, അദ്ദേഹം കൊടുക്കുന്ന അഭിമുഖങ്ങളൊക്കെ തന്നെ ശരിക്കും നമുക്ക് വെളിച്ചം പായിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പരേതരായ ഇന്ദ്രജിത് സിംഗ്, ശോഭ കൺവാർ ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തയാളാണ് ഋഷിരാജ് സിംഗ്. കുടുംബത്തിലെ 7ാമത്തെ പോലീസ് ഓഫീസറാണ് ഈ ഋഷിരാജ് സിംഗ്. അഡീഷണൽ SP ആയി വിരമിച്ച ഇന്ദ്രജിത് സിംഗാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. 1985-ൽ 24-ാമത്തെ വയസ്സിൽ ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസസ് പരീക്ഷ പാസ്സായി. പുനലൂർ ASP ആയിട്ടാണ് ഋഷിരാജ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കോട്ടയം SP, ക്രൈംബ്രാഞ്ച് IG, CBIയിൽ ജോയിൻറ്റ് ഡയറക്ടർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എക്സൈസ് കമ്മീഷണർ, അങ്ങനെ പോകുന്നു അദ്ദേഹം വഹിച്ച മേധാവിത്വങ്ങൾ. 2019 മെയ് മുതൽ ജയിൽ DGP തുടങ്ങി നിരവധി സുപ്രധാന പദവികളും അദ്ദേഹം അലങ്കരിച്ചു. വിരമിച്ച ശേഷവും കേരളത്തിൽ തുടരുന്നത് ഈ സംസ്ഥാനത്തോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമകളുടെ വലിയ ആരാധകനാണ്. ഇപ്പോൾ സിനിമയുടെ പിന്നാമ്പുറത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റ് ഡയറക്ടറായിട്ടോ ഒക്കെ പ്രവർത്തിച്ച ഒരു കാര്യമുണ്ട്. സത്യൻ അന്തിക്കാട് പോലെയുള്ള സംവിധായകർക്ക് പിന്നാലെ അദ്ദേഹം ഉണ്ട്. എന്തായാലും അതിനെല്ലാം മുകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിലൊരു സ്വാധീന ശക്തിയാണ് ഇദ്ദേഹം. ഇന്ന് കേരളത്തിൽ രൂക്ഷമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ലഹരി വേട്ടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ലഹരി വേട്ടയിൽ മുമ്പനായിരുന്നു. ആ ടാഗ് അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ നമ്മൾ സന്ധിയില്ലാത്തൊരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. SKN40യുടെ 2ാം ഘട്ടം നമ്മൾ ഇവിടെ തുടങ്ങുന്നു. ജ്യോതിർഗമയ, വെളിച്ചത്തിലേക്ക് നയിച്ചാലും. അങ്ങ് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റിയ ആളാണെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഞാൻ ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങ് ഇത്രയും സമയം ഇതിനായി ചെലവഴിക്കാൻ വന്നതിൽ പ്രത്യേകിച്ച് നന്ദി. ജീവിതമൊക്കെ സുഖമായിരിക്കുന്നല്ലോ. അതിനിടയിൽ ഒരു അനൗപചാരിക കാര്യം ചോദിക്കട്ടെ, ഈ മീശയുടെ നീളം കുറച്ചോ? ഇല്ല കുറച്ചിട്ടില്ലല്ലോ. മീശയായിരുന്നു അങ്ങയുടെ കരുത്ത് കാണുമ്പോൾ. നമ്മൾ വേറെ രീതിയിലേ മാറ്റി തന്നെ ഉള്ളൂ. മാറ്റി അല്ല, അത് ഞാൻ അന്ന് കണ്ടപ്പോഴേ ഞാൻ യഥാർത്ഥം അങ്ങയുടെ മീശയിലൊന്ന് പിടിക്കാൻ പോലും എനിക്കൊരു കൗതുകം തോന്നി. പക്ഷേ ഇപ്പം ഇത്തിരി ശക്തി കുറഞ്ഞ പോലെ. കുറഞ്ഞിട്ടില്ലല്ലോ, കുറയ്ക്കുന്ന പ്രശ്നമില്ല. അപ്പം കാര്യം മൂന്നാറിലങ്ങ് ഇറങ്ങിയപ്പോഴും ചില ആൾക്കാർ ആ മീശ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്ഥാനമല്ലെങ്കിൽ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ 30 ദിവസം നടത്തിയൊരു യാത്രയെക്കുറിച്ചൊക്കെ അങ്ങേക്ക് അറിയാം. അപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങ് എനിക്ക് വാട്സപ്പിലേക്ക് ഇതിലൊരു സന്ദേശമായപ്പോൾ ഞാനും എൻ്റെ സംഘവും കണ്ടെത്തിയതിനേക്കാളും ഗുരുതരമാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് ഇത്രയും കാലം എക്സൈസിലൊക്കെ മേധാവിയായിരുന്ന ആളാണ്. അപ്പോൾ എക്സൈസ് കമ്മീഷണറായിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. എത്രമാത്രം രൂക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം? നമ്മൾ 2014 ഇതിനുമായിട്ട് എക്സൈസ് കമ്മീഷണറായ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഗുരുതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു കാര്യം ആദ്യത്തെ ഞാൻ പറയാം. നമ്മൾ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായിട്ട് ഇത് കാണുന്നു. ഒരു പോലീസും എക്സൈസും തത്സമയത്തിൽ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ചെറിയ ഒരു തോത് ഉണ്ടെങ്കിലും അതിന് ഒരു കേസ് നമ്മൾ എടുത്തിരിക്കുന്നു. ഈ പ്രശ്നം ലോകത്തിലും ഉണ്ട്, കേരളത്തിൻ്റെ ബാക്കി 27 സംസ്ഥാനങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലത്തിലും ഉണ്ട്. നമ്മൾ ഇവിടെ കൂടുതൽ അത് കാണുന്നത് കാരണം നമ്മൾ എല്ലാ കേസുകളും എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. മറ്റു സംസ്ഥാനക്കാർ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നില്ല അല്ലേ? ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 34 കോടിയാണ്. അവിടെ ഇപ്പോൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ, ഞാനത് നമ്മുടെ ഈ കണക്ക് എപ്പോഴും നോക്കിയിരിക്കണമല്ലോ, 10,000 കേസ് മാത്രമാണ് ഒരു വർഷത്തിൽ അവർ എടുക്കുന്നത്. 15,000 ഔട്ട് ഓഫ് 34 crores. 34 crores. അതിനകത്ത് ഈ പുകയില, ഈ പാൻ മസാല, ജലദ, കുടുക്ക, ഖനി, ഹാൻസും ഉൾപ്പെടെ പിന്നെ ഈ കഞ്ചാവും FDMA-യും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സ്വന്തം സംസ്ഥാനമായ രാജസ്ഥാനിൽ എന്താ? അതുപോലെ തന്നെ അവിടെ ആ സ്ഥലത്തിൽ നിങ്ങൾ ഈ TV സംബന്ധിച്ച് അങ്ങോട്ട് നോർത്ത് ഇന്ത്യ താങ്കൾ ഒത്തിരി പ്രാവശ്യം പോയി കാണും. അവിടെ ഇത് ഒരു ജീവിതത്തിൻ്റെ പുകയില ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ആഹാരം പോലെയാണ് ആളുകൾ ഇത് കഴിക്കുക. അത് അവർ ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നേ ഇല്ല. സർക്കാർ ഇത് ഒരു പുകയില തന്നെ നമ്മുടെ നാട്ടുകാർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 23 വർഷം മുമ്പ് കോട്ടപ്പ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ
34 കോടിൻ്റെ ഒരു സംസ്ഥാനത്തിൽ 10,000 കേസ് മാത്രം. ഇവിടെ ഒരു 3 കോടിയിലുള്ള ജനങ്ങളുടെ അടുത്ത് ഏകദേശം ഒരു 1 ലക്ഷം കേസ് വരെ പോലീസും എക്സൈസും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് കൂടുതൽ ആയതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഇവിടെ വ്യാപനം കൂടുതലാണെന്ന് അത് മാത്രം നോക്കാൻ ശരിയാവും. ഈ കോവിഡിന്റെ കാര്യം ഇത് തന്നെയാണ്. എല്ലാ കേസും രജിസ്റ്റർ ചെയ്യുന്നു. കോവിഡ് ഇപ്പം നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല. അതെ. അപ്പോൾ എന്നിട്ടും ഇതിൻ്റെ വർധന കൂടി വരികയാണ്. അത് നമുക്ക് നിയന്ത്രിക്കാൻ നാം എല്ലാം ഇതിനകത്ത് മുന്നോട്ട് വരണം. അതായത് ഇതിന് 5 മേഖലകളുണ്ട്. കുട്ടികളുടെ ഒരു മേഖല, പാരൻസിൻ്റെ ഒരു മേഖല, ടീച്ചേഴ്സിൻ്റെ ഒരു മേഖല, പിന്നെ സർക്കാരിൻ്റെ ഒരു മേഖല, പിന്നെ ഈ NGOs അവരുടെ ഈ മേഖലകൾ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് വന്നാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ആളാണ്. അതായത് ഈ നമ്മൾ ഇതിൻ്റെ യാത്രക്കിടയിലൊക്കെ ഞാൻ ഈ ലഹരി വിൽപ്പനക്കാരിൽ ചില ആൾക്കാരെയൊക്കെ കണ്ടിരുന്നു. അവരോടൊക്കെ നമ്മുടെ ഗവേഷണ വിഭാഗം സംസാരിക്കുകയൊക്കെ ചെയ്തു. മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലരും ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ലഹരി വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞ് നമ്മുടെ പോലീസിനും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ ഇപ്പോഴും കേരളത്തിലുള്ളൂ? അതെ. അതോ ഇത് അവരെല്ലാം നമ്മൾ ദിവസേന കേരളത്തിലെ ഏകദേശം 500ഓളം പോലീസ് സ്റ്റേഷനുകളിൽ ഏകദേശം 150ഓളം എക്സൈസിൻ്റെ റേഞ്ച് ഓഫീസുകളിലും നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് വിശ്വസിക്കണം, എല്ലാ സമയവും ഓരോ മണിക്കൂറിലെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പണിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയിൽ DGP ആയിട്ട് എനിക്കറിയാം 8000 ആളുകളുണ്ട് എല്ലാ 3 ജയിലുകളിൽ. അതായത് ഈ നമ്മുടെ സെൻട്രൽ ജയിലുകൾ 3 ഉണ്ടല്ലോ, അതിന് 8000, തിരുവനന്തപുരം, കണ്ണൂർ, 8000 ആളുകളിൽ 8000 ആളുകളും പിന്നെ അതിനകത്ത് 30% ആളുകൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഈ ലഹരി വസ്തുവിൻ്റെ കച്ചവടവും അതിൻ്റെ വിൽപ്പന 30% അവിടെയാണ്. ഉൽപാദനം, ഉപയോഗം, വിൽപ്പന, പിന്നെ വിതരണം. വിദേശമുള്ള ആൾക്കാരുണ്ടോ? വിദേശികളിൽ ഒരു കേരള ജയിലുകളിൽ കിടക്കുന്നത് ഒരു ഏകദേശം ഒരു 100ഓളം ഈ നൈജീരിയ, കെനിയ, ഫിലിപ്പീൻസിലുള്ള ആളുകൾ അവിടെ കിടപ്പുണ്ട്. അവരേതായാലും 100% ഈ കേസിൽ പെട്ടവരാണ്. ഞാൻ അങ്ങോട്ട് ഒരു സ്വകാര്യം ചോദിക്കട്ടെ, ജയിൽ മേധാവിയായിരുന്ന ആളാണ്, പുറത്ത് പറയണ്ട, ഞാൻ ചോദിച്ചെന്ന്. അതായത് ഈ ചാലക്കുടിയിൽ ഷീല സണ്ണി അങ്ങേക്കറിയാലോ, ഒരു നിരപരാധി വിട്ടുപോയി 72 ദിവസം ജയിലിൽ കിടന്നു. ഈ നിരപരാധികൾ കോടതി ശിക്ഷ ജയിലിൽ വരുന്നത് കൂടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആ കേസും ഞാനത് വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കൂടുതൽ കേസ് എടുക്കുമ്പോൾ കൂടുതൽ നമ്മളെ എല്ലാ ലഹരി വസ്തുക്കളും നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാം വെള്ള കളറുള്ള ഒരു പൗഡർ പോലെയാണ് കാണുക. പട്ടണം ഒന്ന് എടുക്കുമ്പോൾ ഇത് ഒരു MDMA ആണോ, ഇത് ഒരു കഞ്ചാവാണോ, ഇത് ഒരു വേറെ ഒരു ഗുളിയുടെ നമ്മുടെ ഒരു അംശങ്ങളാണോ, അത് നമ്മുടെ നമ്മുടെ ഈ കെമിക്കൽ ലബോറട്ടറിയിൽ അയച്ച ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നോടൊരു ലഹരി വിൽപ്പനക്കാരൻ പറഞ്ഞു, സാറേ ഞാൻ ഈ പിള്ളേരുടെ ഭാവിയിൽ ഞാൻ ഉത്കണ്ഠാകില്ല, അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ പൊടിയകളൊക്കെ കൊടുക്കുന്നത് ഈ സാധനമൊന്നും അല്ല, വെളുത്ത പൊടിയും കൊടുക്കും, MDMA എന്ന് ഞാൻ കഴിച്ചോളൂ. MDMA കാര്യം ഇപ്പോൾ അടുത്ത കാലത്തിൽ അത് നാട്ടുകാരെ അറിയേണ്ടതാണ്. അടുത്ത കാലത്തിൽ വയനാടിൽ നമ്മുടെ പ്രൈവറ്റായിട്ട് ഡി അഡിഷൻ സെൻറ്റർ നടത്തുന്ന അദ്ദേഹം ഒരു ഡോക്ടർ ഷാജി ഉണ്ട്, അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ ഗുളികളൊക്കെ എങ്ങനെയൊക്കെയാണ്. ഡി അഡിഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് 2 വർഷമായി. സാർ അവിടെ ഇപ്പോൾ ആ ഭാഗത്തിൽ നടക്കുന്നത് MDMA എന്ന് പറയുന്നത് അത് പേരേ ഉള്ളൂ, അസലായ MDMA അവിടെ ഇല്ല. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഗുളിയൊന്നുമില്ല. ഇംഗ്ലണ്ട്, യൂറോപ്പിലോ ഒക്കെ അത് വളരെ 12,000 രൂപീസിൻ്റെ ഒരു ഗുളിയാണ്. ഒരു ഗുളിൻ്റെ വില 12,000. അദ്ദേഹം പറയുന്നത് 0.20 mg 3000 രൂപ ആണ്. 0.20 mg. അപ്പോൾ മൊത്തം ഗുളിയാണെങ്കിൽ 12,000 ആണ്. അതൊന്നുമില്ല സാർ. ഇവിടെ MDMA റെപ്പർ മാത്രമേ ഉള്ളൂ. റെപ്പറിൻ്റെ അകത്ത് അവർ എംഫെറ്റമൈനോ ഇല്ലെങ്കിൽ വേറെ ഗുളികളിൽ ഒരു പീസ് ആക്കിയിട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ പ്രശ്നം വരുമെന്ന് വെച്ചാൽ അതിന് ഒരു കിക്ക് കിട്ടാൻ വേണ്ടി സാധാരണ ഗുളി ഉണ്ടെങ്കിൽ കിക്ക് ഉണ്ടാവില്ലല്ലോ, അതിന് റെഡ് പോയിന്റിന് കൂടെ ചേർക്കുന്നു. ആ ഒരു ചേർക്കുന്നുണ്ട് സംശയമൊന്നും. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതിലേക്ക് അങ്ങ് 1-2 അനുഭവം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. പക്ഷേ ഇന്നലെ അങ്ങ് അയച്ച മെസ്സേജിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യവും ഞാൻ സ്ലൈറ്റ്ലി ഷോക്ക്ഡ് ആയിപ്പോയത് ഒരു സംഭവം എന്താണെന്നറിയാമോ? അങ്ങ് പറഞ്ഞു ഈ ലഹരി വ്യാപനം തടയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളോടും അധ്യാപകരോടും അല്ല ഇപ്പോൾ സംസാരിക്കേണ്ടത്, മാതാപിതാക്കളോടാണ്
പേരൻസിനോടാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടി വിയാണ്. അതിനകത്ത് എനിക്ക് ഇന്ന് പറയാനുള്ളത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ, കുട്ടിയുമായി സംസാരിക്കുക. അതിനകത്ത് അമ്മയും ടീച്ചറും സംസാരിക്കുക. 3 കാര്യങ്ങൾ ഇന്ന് മുതൽ ഇത് കേൾക്കുന്നവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 3 കാര്യം മാത്രം ചെയ്താൽ മതി. കുട്ടികളുമായി സംസാരിക്കുക. അതായത് വൈകുന്നേരം ആഹാരം കഴിക്കുമ്പോൾ ലെറ്റ് ദി കേരള സ്റ്റാർട്ട് ഇറ്റ്. അഭിപ്രായത്തിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാത്ത ഒരു സാധനം ഇതാണ്. അപ്പോൾ ഈ സാധനം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചും സംസാരിക്കണം. ഒന്നുമില്ലെങ്കിൽ അതെല്ലാം പോട്ടെ, വൈകുന്നേരത്തെ ആഹാരം വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അമ്മ, അച്ഛൻ, 2 കുട്ടികൾ ഇത് ഓഫ് ചെയ്തിട്ട് വെറുതെ ഒരു ആഹാരം കഴിക്കുക. ആ 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഒന്ന് സംസാരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മ ഇല്ലെങ്കിൽ ടീച്ചർ ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് കുറേ ഉണ്ട്. അമ്മ നേരിട്ട് കാണില്ല, രാത്രിയിൽ ഉറങ്ങുന്നില്ല, എപ്പോഴും കൂടുതൽ പൈസ ചോദിച്ചിരിക്കും, ഗ്രേഡ് പട്ടണ താഴത്തിലേക്ക് പോകും, പിന്നെ ഒരു അമ്മാൻ്റെ അടുത്ത് ഒരു കെട്ടിപ്പിടിക്കില്ല, കാരണം പുള്ളി എന്തോ അവിടെ കഴിച്ചിട്ടാണ് വരിക്കുന്നത്, ചിലപ്പോൾ കഴിച്ചിട്ടാണ് വരിക. അമ്മാൻ്റെ അടുത്ത് പോയാൽ അമ്മ ചിലപ്പോൾ ഗന്ധം തിരിച്ചറിയും, കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അമ്മാൻ്റെ അടുത്ത് പോകണ്ട. ഇത് ക്ലാസിക്കൽ സിംറ്റംസ് ആണ്. കയറി സംസാരിക്കുക, വയലൻ്റ് ആവുക, ഇതെല്ലാം ഇതിൻ്റെ നമ്മുടെ റിഫ്ലക്ഷനാണ്. അതൊന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, ഡോക്ടറോ ഇല്ലെങ്കിൽ സൈക്കട്രിസ്റ്റോ ഇല്ലെങ്കിൽ ഡി-അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക. 3 കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. സംസാരിക്കുക, അവരുടെ ലക്ഷണം കണ്ടുപിടിക്കുക, ഡോക്ടറോ ഇല്ലെങ്കിൽ ഡി-അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുക. അങ്ങയുടെ ഇടയ്ക്ക് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് ചോദിച്ചോട്ടെ, അങ്ങ് പറയാമെന്ന് പറഞ്ഞോളണം. അതായത് ഈ മാതാപിതാക്കൾ സംസാരിക്കണം, അങ്ങ് പറഞ്ഞു ഡൈനിങ് ടേബിളിൽ ഈ തീൻമേശയുടെ അടുത്തെങ്കിലും സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന നോക്കി എന്ത് സംസാരിക്കണം എന്നങ്ങ് പറയും. അവർ പറയും, കുട്ടികളോട് ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു നമ്മുടെ വല്ലായ്മ ഉണ്ടല്ലോ, നിന്നെ ആരും ശല്യപ്പെടുത്തുന്നുണ്ടോ, തങ്ങളുടെ സ്കൂളിലെ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഗുളികളോ ഒക്കെ ഇതൊക്കെ ആരും അത് കഴിക്കുന്നുണ്ടോ? പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് 100ഓളം 1000കണക്കിന് കാര്യങ്ങളുണ്ട്. ആരും അവരെ കൊമൻ്റ് അടിക്കുന്നു, ഈ അവരോട് ശല്യപ്പെടുത്തുന്നു, അവരുടെ നിറത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ തന്നെ അവരെ കളിയാക്കുന്നു, മാർക്സ് കുറഞ്ഞു പോയി, അതൊന്നും അതിൻ്റെ പേരിൽ കളി. അപ്പോൾ ഇത് കുട്ടീൻ്റെ ഒരു സ്വഭാവമുണ്ട്. കുട്ടീനോട് ചോദിച്ചാൽ മാത്രമേ കുട്ടി അവരുടെ വിഷമങ്ങൾ പറയുള്ളൂ. ഇല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ കുട്ടി അത് മനസ്സിൽ വെക്കുകയും പിന്നെയാണ് അവർ ലഹരി ഇതൊരു പട്ടണം താങ്ങാൻ പറ്റാത്ത ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവർ മറക്കാനും വേണ്ടിയാണ് ലഹരി വസ്തു അവർ കഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ തന്നെ സംസാരിച്ചിട്ട് തീർക്കാനേ ഉള്ളൂ. നമ്മുടെ വിദ്യാലയങ്ങളിൽ, പള്ളിക്കൂടങ്ങളിൽ, സ്കൂളുകളൊക്കെ തുറന്നു, നല്ല മഴയൊക്കെ പെയ്യുന്നു, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഈ രക്ഷകർത്താക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എത്ര സ്കൂളുകൾ ഇപ്പോൾ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് സർക്കാർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഹോട്ട്സ്പോട്ടായിട്ട് 4000 സ്കൂളുകളിൽ ഞാൻ ഇതുവരെ കഴിഞ്ഞ 6-7 വർഷത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെയും ഇവിടെ ആലുവയിൽ പോയിരുന്നു. ഇപ്പം തന്നെ ഇവിടെ തൊടുപുഴ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. ഞാൻ നമ്മുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ രീതിയിൽ ഈ നമ്പർ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. സ്കൂളുകൾ കേരളത്തിൽ 20,000 സ്കൂളുകളുണ്ട്, 7,000 കോളേജുകളുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ അവിടെ എനിക്കൊരു പറയാനൊരു കാര്യമുണ്ട്. ചെറിയ രീതിയിൽ നമ്മുടെ ഒരു മോശമായ മീന് ഒരു കുളത്തിൻ്റെ മോശമാക്കുന്ന നമ്മുടെ ചുരുളുണ്ട്. സ്കൂളായാലും എൻ്റെ അനുഭവത്തിൽ പോലീസ് ഓഫീസറായിട്ട് ഇല്ലെങ്കിൽ 4000 സ്കൂളിൽ പോയ ശേഷം 1, 2 ഇല്ലെങ്കിൽ 3 ആളാണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് പുറത്ത് നിൻ്റെ സാധനം കൊണ്ടുവരിക, കുട്ടികളെ കഴിക്കാൻ അവരുടെ സഹപാഠികളോടും ഇല്ലെങ്കിൽ ജൂനിയർ കുട്ടികളോടും അവർ കഴിക്കാൻ നിർബന്ധിക്കുക. ആ 3-4 ആളെ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടി അവരായിട്ട് നടപടി എടുത്തിട്ട് അവരെ താക്കീത് ചെയ്തിട്ട് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ ദുർഭാഗ്യമായിട്ട് പറയട്ടെ, ആർക്കെതിരായിട്ടും സ്കൂളിൻ്റെ പേര് ചീത്താവോ ഇല്ലെങ്കിൽ നാട്ടുകാർ വലിയ പ്രശ്നമാണ്, നടപടി ആരും എടുക്കുന്നില്ല. പിന്നെ അല്ല, ഇപ്പോഴേ ചില സ്കൂളുകളും ചില കോളേജുകളും ഒക്കെ തന്നെ നമ്മുടെ യാത്രക്കിടയിൽ മനസ്സിലായത് ഈ രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടെങ്കിലും അവരത് മൂടി വെക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ റെപ്യൂട്ടേഷൻ അടുത്ത വർഷം അഡ്മിഷൻ സമയമാകുമ്പോൾ ഈ സ്കൂളിൽ ആളുകൾ വരാതാകും എന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്യുക? കാരണം ഈ പ്രത്യേകിച്ച് ഈ സ്കൂൾ മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ ധാരണ തെറ്റാണ്. കാരണം 2 ആളിൽ ഈ സ്കൂളിൽ ഇത് ഏതായാലും നാട്ടുകാരായാലും കഴിഞ്ഞ സ്കൂളുകളിൽ ഇതിന് ഉപയോഗമുണ്ട്. അപ്പോൾ ഈ 2 ആളിൻ്റെ എതിരായിട്ട് നടപടി എടുത്തിട്ട് നമ്മൾ 98 ആളിനാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അതും ഒരിക്കൽ കൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ ചെയ്താൽ മാതാപിതാക്കൾക്കും അവർ സന്തോഷമുണ്ടാവും. അവർ
തെറ്റായ പണി ചെയ്യുന്ന കുട്ടികളെ പുറത്താക്കി ബാക്കി ഞങ്ങളുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണ്. ആ നടപടി അവർ എടുക്കുന്നില്ല. അല്ല, ഒരു കാര്യം കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടി ലഹരിക്ക് അടിമയായി, പ്രത്യേകിച്ചും രാസലഹരിയാണല്ലോ ഒരു അപകടം പിടിച്ചത്, അതിന് അടിമയായി കഴിഞ്ഞാൽ ഈ കുട്ടിയെ പിന്നെ കാര്യമായിട്ട് ഈ അധ്യാപകർ തന്നെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ, അതോ സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ? ഒരു കാര്യം പറയാനുണ്ട്. അധ്യാപകന്മാർ പറയുന്നത് നമ്മുടെ ഈ 4000 സ്കൂളിൽ പോകുമ്പോൾ ആയിരക്കണക്കിൽ സ്കൂൾ കുട്ടികളും മാതാപിതാക്കളും പിന്നെ ഈ ടീച്ചറുമായി സംസാരിച്ചല്ലോ. അധ്യാപകന്മാർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഈ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശമില്ല. ബാഗ് പരിശോധന പോലെ അധ്യാപകന്മാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എല്ലാ ആളുകളും എന്നോട് ഹൈക്കോടതിയുടെ പറഞ്ഞു, ചൂരിലെടുത്തോളാൻ പറഞ്ഞായിരുന്നു. നല്ല എത്രയൊരു ആ ഡിസിഷൻ ഹൈക്കോടതിൻ്റെ ആ തീരുമാനം തന്നെ എല്ലാ സ്കൂളുകളിൽ ഞാൻ അവരോട് പറയാറുണ്ട്. ഹൈക്കോടതിയുടെ തീരുമാനം അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നോട്ടീസ് ചൂരിലെടുത്തോളാൻ കോടതി പറഞ്ഞാൽ നിങ്ങൾ ഒരു അല്പം കൂടെ പടി കടന്നാലും കോടതി മൈൻഡ് ചെയ്തില്ല. അതെ, അച്ഛന്മാരോട് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന്. ഈ ടീച്ചർമാരുടെ ഒരു ദയനീയ അവസ്ഥ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഒരു അവകാശമില്ല, ഒരു കുട്ടിക്കും ഞങ്ങൾക്ക് ഒരു തിരിച്ച് പറയാൻ നിങ്ങൾ എന്തുകൊണ്ട് ഈ വസ്തു ഇവിടെ കൊണ്ടുവന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. രണ്ടാമത് അവർ പറയുന്നത്, ഒരു ഹെഡ് മാസ്റ്ററെ ഞാൻ കണ്ടു, അവർ ഒരു ബാഗ് പരിശോധിച്ചിട്ട് അതിനകത്ത് സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത ഈ അശ്ലീലമായ സാഹിത്യം പിടിച്ചിട്ട് ശേഷം PTA പറഞ്ഞിട്ട് ഒരു ഷോ കോസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് തങ്ങളെ ഇവിടെ ഹെഡ് മാസ്റ്ററുടെ പോസ്റ്റ് തന്നെ ഒന്ന് മാറ്റിക്കൂടെയെന്ന്. ഈ അവസ്ഥയിൽ ടീച്ചർമാർ പറഞ്ഞു ഞങ്ങൾ ഭയന്ന് ടീച്ചർ കരുത്തരാവണം. ടീച്ചർമാർ പറഞ്ഞു ഞങ്ങളത് 24 മണിക്കൂർ ഇത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാതെ നിയന്ത്രണങ്ങൾ മാറ്റിയിട്ട് ഒരു അവകാശം തന്നാൽ മതി, ഞങ്ങളെല്ലാം ശരിയാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ഈ പ്രശ്നമേ ഞങ്ങളെല്ലാം ഒതുക്കി കളയുന്നു. ഈ പുസ്തകം എന്താ പുസ്തകം താങ്കൾക്ക് വേണ്ടി ഞാൻ ഈ രണ്ട് നമ്മുടെ ഒന്ന് അതിന് മലയാളം ട്രാൻസ്ലേഷനാണ്. 7 എഡിഷൻ വന്നു കഴിഞ്ഞു. നമ്മുടെ മാതൃഭൂമികാരാണ് പബ്ലിഷ് ചെയ്തത്. ഇത് ഒന്ന് വായിച്ചിട്ട് എന്തുകൊണ്ട് കുട്ടികൾ ലഹരി വസ്തുക്കൾ കഴിക്കുന്നു, എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ പറ്റും, അതിനെ സംബന്ധിച്ചാണ് ദീസ് 2 കോപ്പീസ് ആർ ഫോർ യു. ഓക്കെ, നന്നായി. ഈ ഇംഗ്ലീഷ് പുസ്തകം അത് സെയിം അത് ഇതിന്റെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഈ പുസ്തകം ഈ മാതൃഭൂമി ഫ്രീ ആയിട്ട് കുറച്ച് വിതരണം ചെയ്യട്ടെ. കാരണം അപ്പോൾ MV ശ്രേയാംസ്കുമാർ ഇപ്പോൾ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ എനിക്കിട്ട് പാരപണിയാണോ ഈ 24 എന്ന് വിചാരിക്കും. അപ്പോൾ കാര്യം ഈ മയക്കുമരുന്ന് യുദ്ധത്തിൽ അങ്ങും കൂടി പങ്കാളിയാകാൻ വേണ്ടിയാണ് കുറച്ച് ഇത്. എന്തായാലും നന്നായി, ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കാൻ തീർച്ചയായിട്ടും. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ ഇതിന് അടിമപ്പെടുന്നു, ചിലപ്പോൾ ഇവർ കരിയറാകുന്നു, അങ്ങനെയുള്ള ഷോക്കിംഗ് വാർത്തകളുണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സ്വാധീനിക്കാൻ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷാ കാലത്തൊക്കെ ഞാൻ ഈ കാട്ടാക്കടയിലും പാറശാലയിലും പത്തനംതിട്ടയിലും തിരുവല്ലയിലും ഒക്കെ കണ്ട ഒരു കാര്യം, കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടാനും പരീക്ഷയ്ക്ക് പഠിച്ചതെല്ലാം കടലാസിൽ എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഒരു കൂളെന്നൊരു മിഠായി, അതിലിത്തിരി ലഹരിയുണ്ട്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സൂത്രപ്പണികളാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളും ഇതിൽ അടിപ്പെട്ടു പോകുന്നു. അങ്ങ് നമ്മുടെ പെൺകുട്ടികളെ ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവരെക്കുറിച്ച് എന്താ അങ്ങ് പറയുക? സോഷ്യൽ ജസ്റ്റിസുകാരാണ് കുട്ടികളുടെ ജയിലുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് നടത്തുന്നത്. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റല്ല, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസുകാരുടെ ജയിലുകളിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം 400 ആൺകുട്ടികൾ പെൺകുട്ടികൾ അവിടെ കിടക്കുന്നു. അവിടെ പെൺകുട്ടികൾ കൂടുതൽ കിടക്കുന്നത് അവരെ കൂടുതൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പെൺകുട്ടികളെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരിയറായിട്ടാണ്. ഇന്ത്യ രാജ്യത്തിൽ നമ്മുടെ മോളിൽ പോയാലും സിനിമ ഹാളിൽ എവിടെ പോയാലും കുട്ടികളുടെ ശരീര പരിശോധനവും അവരുടെ ബാഗ് പരിശോധനവും ഒക്കെ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ദുരുപയോഗമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. പക്ഷേ ആ പെൺകുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, അവർ നമ്മുടെ മോഡസ് ഓപ്പറേണ്ടി എന്താണ് അതൊന്നും പറയട്ടെ. അവർ വന്നിട്ട് ആദ്യത്തെ 2000, 3000 രൂപ, 5000 രൂപ തരും കുട്ടീനോട്. ഇത് നിങ്ങളുടെ ചിലവിന് വേണ്ടിയാണ്, കുട്ടി ഇത് വെച്ചോ. ഈ ഒരു പാക്കറ്റുണ്ട്, അതൊന്നും നിങ്ങൾ അവിടെ പോയി കൊണ്ടുപോയാൽ മതി. അതൊന്നും നിങ്ങൾ അതൊരു കാര്യമാക്കേണ്ട, അവിടെ ഒന്ന് തന്നാൽ മതി. ഈ 5000 രൂപ നിങ്ങൾ വെച്ചോളൂ. ആ കുട്ടി പറയുന്നു നമ്മൾ വെറുതെ 5000 രൂപ കിട്ടുന്നു, ആ പാക്കറ്റ് കുട്ടി കൊണ്ടുപോകുന്നു. പോലീസ് അല്ലെങ്കിൽ വിവരം കിട്ടുന്നു, അവർ വഴിയിൽ പിടിക്കുന്നു. കുട്ടിയൊന്ന് മനസ്സിലാക്കണം, പോയ ആൾ അത് പോയി ആരാണ് കുട്ടിക്കും അറിയില്ല. ആരോട് കൊടുക്കാൻ പോകുന്നത് അത് കുട്ടിയോട് എത്തിയ ശേഷം തന്നെത്താൻ വരികയായിരുന്നു, ആ വിവരവും ഇല്ല. ജയിലിൽ പോകുന്നത് ആ കുട്ടികളാണ്. അങ്ങനെയാണ് അവിടെ 200ഓളം പെൺകുട്ടികൾ കേരള ജയിലുകളിൽ കിടക്കുന്നത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം അമ്മ അച്ഛൻ പറഞ്ഞാലും ബന്ധുക്കൾ പറഞ്ഞാലും കസിൻസ് പറഞ്ഞാലും ഫ്രണ്ട്സ് പറഞ്ഞാലും സാറിനും എന്നാണ് അത് തുറന്ന് നോക്കാതെ കൊണ്ടുപോകരുത്, ചെയ്യാൻ പാടില്ല. യെസ്, ഈ നമ്മുടെ ഈ പെൺകുട്ടികൾ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും മനസ്സിലാകുന്ന ഒരു അമ്മയ്ക്കാണ്.
കാരണം ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും അമ്മയെ അറിയുന്നത്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മുടെ പല വീടുകളിലും ഇപ്പോൾ ഈ ന്യൂക്ലിയർ കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ അണുകുടുംബങ്ങളിൽ ഈ സ്നേഹം എന്നൊരു സാധനമില്ല. സ്നേഹത്തിൻ്റെ പുഴ വറ്റിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഈ അമ്മമാർ കുട്ടികളോട് സ്വതന്ത്രമായി സംസാരിക്കുന്നില്ല അങ്ങ് പറയുന്ന പോലെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ തന്നെയാണ്, മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അവരെ തന്നെ പീഡനത്തിനൊക്കെ ഈ ആളുകൾ വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവർ വീട്ടിൽ വന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരും അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ നടത്തേണ്ട ഒരു ശ്രദ്ധ, അധ്യാപികമാരും അതുപോലെ ടീച്ചേഴ്സും PT ഒക്കെ നടത്തേണ്ട ശ്രദ്ധ, അതിനെക്കുറിച്ച് അങ്ങ് എന്ത് പറയും? നാരായണ സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളെ എന്നോട് 2 കാര്യമാണ് ഏറ്റെടുത്തത് പറഞ്ഞത്. ഒന്നാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒറ്റ സംസാരമേ ഉള്ളൂ. A+ ഗ്രേഡ് വരുമല്ലോ, A+ ഗ്രേഡ് നിനക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ട്യൂഷൻ വേണമെങ്കിൽ ഞാൻ തരാം. ഈ പഠനത്തിൻ്റെ അല്ലാതെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 2 മണിക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ 2-3 ട്യൂഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെല്ലാമാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രൈവറ്റ് കമ്പനികളൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് ഈ ടോപ്പറാണോ റാങ്കറാണോ നമ്മൾ നോക്കാറില്ല. ആദ്യം നമ്മൾ നോക്കുന്നത് ഇവന് ജോലി അറിയാവുന്നതാണ്. പിന്നെ അവനെ ഗ്രൂപ്പ് ചർച്ചയ്ക്കൊക്കെ വിധേയമായി ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഇട്ട് അവൻ എത്രമാത്രം സ്മാർട്ടാണെന്ന് നോക്കിയിട്ട് ഏറ്റവും അവസാനം പരിശോധിക്കുന്ന സാധനമായി സർട്ടിഫിക്കറ്റ്. കൂടുതൽ ആളുകൾ വിചാരിക്കുന്ന ഈ ടോപ്പ് ഗ്രേഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ജോലി, അതിൻ്റെയൊക്കെ കാലം പോയി. അല്ല അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഒരു 12 മണിക്കൂർ വീട്ടിൽ പുറത്ത് ഇരുന്നിട്ടും വീട്ടിൽ വന്നിട്ടും സംസാരം നമ്മുടെ പഠനത്തിനെ സംബന്ധിച്ചാണ്. സാർ ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് സ്പോർട്സും ഉണ്ട്, ഞാനൊരു നല്ല ഡാൻസുകാരിയാണ്, ഞാനൊരു നല്ല പാട്ടുകാരനാണ്, അതിനു വേണ്ടി ഞാനൊന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു വേണ്ട, അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ ഞങ്ങളത് പഠിക്കാൻ പറ്റില്ല. പറയാൻ മറന്നത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വീടുകളിൽ ആകെ ഉള്ള ഒന്നാമത്തെ സംസാരമേ ഇല്ല. എല്ലാ അമ്മയുടെ കാര്യത്തിൽ ബിസിയാണ്, അച്ഛൻ്റെ കാര്യത്തിൽ ബിസിയാണ് കുട്ടികൾ. പിന്നെ അവർ ഈ സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ വിദഗ്ധന്മാർ ഒരു 20 മിനിറ്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയുമായി അമ്മ വെറുതെ സംസാരിച്ചാൽ പല കാര്യങ്ങൾ അമ്മക്ക് തിരിച്ചറിയാൻ പറ്റും. വെറുതെ ഫോണില്ലാത്ത സമയത്തിൽ. പിന്നെ ഫോണിൻ്റെ കാര്യം പുതിയ ഒരു സർവേ നടന്നു. 1960 മുതൽ 1990 വരെ ജനിച്ചവരാണ് നാം എല്ലാം, അതായത് പാരൻസ്. അവർ ഫോൺ കൂടുതലാണോ ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ 1990 മുതൽ 2020 വരെ, അതായത് നമ്മുടെ കുട്ടികൾ അവരാണ് ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടുണ്ട്. നമ്മൾ പാരൻസാണ് കുട്ടികളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ പേരൻസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പറയാൻ തന്നെ ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യം കുട്ടി കേൾക്കില്ല, പക്ഷെ നമ്മൾ ചെയ്ത കാര്യം കുട്ടി അനുസരിക്കും. ആദ്യത്തെ നമ്മൾ തന്നെ വേണം കുട്ടിയോട് ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അത് തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് മാറ്റിയിട്ട് വേണം കുട്ടിയെ ഉപദേശിക്കാൻ. അങ്ങനെ ഒരുപാട് ഡി അഡിക്ഷൻസ്, ഈ കുട്ടി ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടിമയായ ആൾക്കാരെ ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകൾ അങ്ങ് പോയിട്ടുള്ള ആളാണ്, എനിക്കറിയാം. നമ്മൾ ഈ യാത്രകളിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകൾ സന്ദർശിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായത് പല്ലുകളൊക്കെ ദ്രവിച്ചു പോകുന്നു, ഒട്ടി വലിഞ്ഞ് കംപ്ലീറ്റ് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വല്ലാത്ത ഷേപ്പിലായ ആൾക്കാരെ കാണുന്നു. കുട്ടികൾ അത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA ഉപയോഗിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങും പറഞ്ഞു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങ് കണ്ടിട്ടുണ്ടോ? 2020 കോവിഡിന് ശേഷമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ കൂടുതൽ ശല്യം തുടങ്ങിയത്. അന്ന് അത് ആവശ്യമായിരുന്നു, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ പല്ല് മാത്രം പോകുന്നില്ല, ലഹരി വസ്തുക്കൾ കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് 30% കുട്ടികൾ കൂടുതൽ കണ്ണാടി വയ്ക്കാൻ തുടങ്ങി. അതോ പിന്നെ അവർക്ക് ഫോക്കസ് എല്ലാം പോയി. ഇപ്പോൾ പറയാൻ തന്നെ ഒരു കുട്ടിക്കും 3 മിനിറ്റിനേക്കാൾ കൂടുതൽ ഇന്നും അവർക്ക് ധ്യാനം കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ അതിന് ഒരേ കാരണം ഇത് എപ്പോഴും നമ്മുടെ ഇത് ഡിജിറ്റൽ സ്ക്രോളിംഗ്, ഇത് നമ്മൾ 3 മിനിറ്റ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പഠനമെല്ലാം പോകുന്നു, അവർക്ക് ആ ഏകാഗ്രത, അവർക്ക് ആ കൺസെൻട്രേഷൻ എല്ലാം പോയി കിടക്കുകയാണ് ഇപ്പോൾ. അവർ വയലൻ്റ് ആവാൻ തുടങ്ങി. വയലൻ്റ് കാരണം അവർക്ക് ആ സമയത്തിൽ പൈസ വേണം ഇത് കഴിക്കാൻ, പൈസ അമ്മ തരുന്നില്ല. അപ്പം പിന്നെ അമ്മയെ അവർ ശല്യം ചെയ്യുന്നു, തള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, കഴിഞ്ഞ ഒരു വർഷത്തിൽ 9 ആൺകുട്ടികൾ ഒരു പെൺകുട്ടി അമ്മയെ പൈസ തരാതെ കൊണ്ട് കൊന്നിട്ടുണ്ട്. അതൊക്കെ ബീഹാർ, രാജസ്ഥാൻ, ഇവിടെ പഞ്ചാബ്, ഹരിയാന എല്ലാം നടന്ന കാര്യങ്ങളാണ്. അത് ഇവിടെ എത്തിക്കഴിഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കും. അതെ, അത് ഈ ലഹരി വസ്തുവും പിന്നെ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ രാസലഹരി പോലുള്ള പദാർത്ഥങ്ങൾ നിരന്തരമായി
ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചില മാനസിക പ്രശ്നങ്ങൾ കാണുന്നു, അവർ ചില മനോരോഗത്തിന് അടിമയാകുന്ന അവസ്ഥയൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയോട് ഒരു കുട്ടിയും മാനസിക രോഗം ബാധിച്ച ഒരാളും തമ്മിലുള്ള അകലം കുറയുകയാണോ? എന്ന് വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങളുള്ള രോഗിയെ പോലെ തന്നെ ആയി മാറുകയാണോ ഇവരും? അല്ല, അങ്ങനെ അത് ആളുകൾ പറയാറുണ്ടെങ്കിൽ ജയിലുകളിലൊക്കെ ഇത് നമ്മൾ ആദ്യത്തെ കുറ്റം ചെയ്ത ആളിനെ കൊണ്ടുപോകുമ്പോൾ ഈ അവിടെ ഒരു ഭീകരൻ അവിടെ കിടക്കുന്നു, അതിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നേ, ചിലപ്പോൾ ഇയാൾ കൂടുതൽ കാര്യം പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു വ്യവസ്ഥയിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. 55 ജയിലുകളേ ഉള്ളൂ. നമ്മുടെ ഏത് കുറ്റമായാലും ആ ജയിലുകളിൽ മാത്രമല്ലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതല്ല പ്രശ്നം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പേരൻസിന് ചെയ്യാനുള്ള വേറെ ഒരു കാര്യം, അവരുടെ കുട്ടി ഇതിന് ഈ കേണിയിൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടും അവർ ഈ സമൂഹം എന്ന് പറയും, നാട്ടുകാരെന്ന് പറയും, അവരത് മിണ്ടാതെ ഇരിക്കുന്നു. അമ്മക്ക് ആദ്യത്തെ ദിവസം മനസ്സിലാവും എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇത് ഒരു നാട്ടുകാരുടെ ഭയമില്ലാതെ അവർ കൊണ്ടുപോകുന്നില്ല. ദേവിയത് കുട്ടീൻ്റെ അന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യത്തെ ഉപദേശം കൊടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അല്ല, ഈ കുട്ടിയെ കൂടെ നടക്കണം. ഈ കുട്ടിയെ നമുക്ക് തിരിച്ച് സാമാന്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കേരളം മാത്രമേ ഉള്ളൂ മൊത്തം ഇന്ത്യയിൽ, അവിടെ 14 ജില്ലകളിൽ 14 ഡീഅഡിക്ഷൻ സെൻറ്റർ ഫ്രീ ആയിട്ട് അവിടെ ചികിത്സ നടക്കുന്നത്. അവിടെ കൊണ്ടുപോയാൽ കുട്ടി നന്നാവും. നമ്മുടെ ഉദ്ദേശം കുട്ടി ഒരിക്കലും ഇതിൽ പെട്ടുപോയാലും രക്ഷപ്പെടുത്താനുള്ള വഴികളുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്, അല്ലേ? അതാണ് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. 2 ലക്ഷം ഇവിടെ തഥ്യങ്ങളൊന്ന് പറയട്ടെ. 2 ലക്ഷം കുട്ടികൾ ഈ 14 സെൻറ്ററുകളിൽ 2018 ഈ 14 സെൻറ്റർ തുടങ്ങിയത്. 2018 മുതൽ 2025 മാർച്ച് മാസം വരെ 2000 ആളുകൾ നന്നായി തിരിച്ച് വീട്ടിൽ അവിടെ കടന്ന് ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട്. ആർക്കും അവിടെ കൊണ്ടുപോയാൽ അവർ നന്നാക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. ഒരു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു വ്യവസ്ഥ അതാണ് ഉപയോഗിക്കണം, അല്ലേ? അങ്ങയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് ഈ എക്സൈസ് വകുപ്പ് മേധാവിയായിരുന്ന ആളാണ്, അങ്ങേക്കറിയാം ഈ മാഫിയ സംഘങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കേരളത്തിന് പുറത്തുനിന്നാണ് ഇത് ഒഴുകുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഈ ഉറവിടം തേടിയുള്ള അന്വേഷണം അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഉറവിടം മറ്റുള്ള സംസ്ഥാനത്താണെങ്കിൽ അവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരള പോലീസിനും എക്സൈസിനും സാങ്കേതികമായ കുറേ പ്രശ്നങ്ങൾ നമ്മളവിടെ മനസ്സിലാക്കണം. പത്രത്തിൽ ഞാൻ 100 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ, ഇവിടെ ഒരു എക്സൈസ് കമ്മീഷണറോ ഇല്ലെങ്കിൽ DGPക്കോ ഇന്ന് ഒരു വിവരം കിട്ടി, ആ ഒരാൾ പിടിച്ച് പറഞ്ഞു ബാംഗ്ലൂരിൻ്റെ ആ സ്ഥലം നിന്നാണ് ഞാൻ വാങ്ങിയത്. ഈ ആളെ പിടിക്കാൻ പോകണമെങ്കിൽ ഒരു DGPയോ ഇല്ലെങ്കിൽ എക്സൈസ് കമ്മീഷൻ വിചാരിച്ചാൽ അയക്കാൻ പറ്റില്ല. ഒരു കത്ത് ഇങ്ങനെ ഒരാളവിടെ ഉണ്ട്, ഗവൺമെൻറ്റിലേക്ക് എഴുതണം. ഗവൺമെൻറ്റിന് പെർമിഷൻ കിട്ടിയ ശേഷം, പെർമിഷൻ എപ്പോൾ വരുമോ എന്ന് അറിയില്ല, അതിന് ശേഷമേ ഒരു ടീമിനെ അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമപരമായ പ്രശ്നമുണ്ടോ? ഉണ്ടെന്ന്. അല്ല, അതൊരു കീഴ്വഴക്കമാണോ അതോ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ടോ? ഗവൺമെന്റിന് പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഒരു ഫുൾ. അപ്പോൾ അത് സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ അയക്കില്ല. അല്ല, അത് പിന്നെ ഹോം മിനിസ്ട്രിയിൽ പോകും. താല്പര്യമില്ലാതെ ആ വ്യവസ്ഥ മൊത്തം നോക്കാൻ വേണ്ടി കുറെ സമയം. ഞാൻ ചോദിക്കുമ്പോൾ ഇമെയിലിന്റെ ഒക്കെ കാലമാണല്ലോ, അങ്ങോട്ട് മെയിൽ അയച്ചു ഉടൻ തന്നെ ഓക്കെ നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറയുന്ന ഒരു സംഭവമാണോ അതോ ഡിലേ വരൂ? ഇവിടെ ഇനി എല്ലാ കാര്യങ്ങളും ഇനിയും അത് കടലാസിന്റെ ഒരു സാങ്ഷൻ വന്ന ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഏതോ ഒരു കാര്യത്തിലോ ഒരു മർഡറിൻ്റെ കാര്യത്തിലോ ഇല്ലെങ്കിൽ ഒരാളിലോ ഒന്നും പിടിക്കാൻ വേണ്ടി സ്വന്തം റിസ്കിലോ ഒക്കെ പോലീസുകാരൊക്കെ അയക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് മാറ്റേണ്ട കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ടത് ബംഗളൂരു നഗരത്തിൽ നിന്നൊക്കെ ഒരുപാട് സാധനം ഒഴുകുന്നുണ്ട്. വലിയ മാഫിയ സംഘമൊന്നുമില്ല, സാധാരണ ലഹരി കച്ചവടക്കാർ അവരിത് ഒഴുക്കിക്കൊണ്ടുവരുന്നു. മാത്രമല്ല നമ്മുടെ വനം മേഖലകളിലൂടെ ഊടുവഴികളിലൂടെ ഒക്കെ കയറി വരുന്നു ഇവർ. ഈ കേരളത്തിന് പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അപകടകരമായി കേരളത്തിലേക്ക് ലഹരി അയക്കുന്ന ആളുകൾ? ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ഭവം കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് 3 രാജ്യങ്ങൾ ഇപ്പുറത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ വെസ്റ്റ് സൈഡിൽ, 3 രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിൽ. അതൊക്കെ ഞങ്ങൾ പഠിക്കും മുതൽ അതൊക്കെ അങ്ങനെ അവിടെ നിന്നാണ് ലഹരി വസ്തുക്കൾ വരിക. ഈ സൈഡിൽ എന്ന് പറയുന്നത് ഗോൾഡൻ ക്രസൻറ്റ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ. ഇപ്പുറത്തെ സൈഡിൽ കൊളംബിയ, നമ്മുടെ തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ. തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ. ഈ 6 രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 30-40 വർഷമായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവരോട് കൊണ്ടുവന്നിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവർക്ക് കയ്യിലൊന്നുമില്ല. അവർക്ക് ഈ രീതി കൊണ്ടാണ് അവർക്ക് ജീവിച്ചു പോകുന്നത്. അവിടെ നിന്ന് ഈ സാധനങ്ങൾ ആദ്യത്തെ ബോംബെയിലൊക്കെ വരിക. അവിടെ നിന്നാണ് ഇതൊക്കെ തീരുമാനമെടുക്കുന്നത്. ഈ സാധനങ്ങൾ അവിടെ നമ്മുടെ
കേരളത്തിലേക്ക് പോകുന്നവരാണ് ഈ സാധനം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ആക്ച്വലി എല്ലാം വരുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തല്ല. ഇവിടെ മാത്രമല്ല, അമേരിക്കയിലും അങ്ങനെയാണ്. എല്ലായിടും അവിടെ തന്നെ എല്ലാം തന്നെ അത് തടയുക എന്നുള്ളതാണ്. തടയാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. നമ്മുടെ ഗവേഷണ വിഭാഗം നമുക്കൊപ്പം യാത്ര ചെയ്ത് 30 ദിവസങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി. അതിൽ കുറേ രഹസ്യ ഒരു അധ്യായം കൂടിയുണ്ട്. എവിടെയൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടത് എന്നൊക്കെ വളരെ ചില രഹസ്യ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 23-ാം തീയതി ചീഫ് സെക്രട്ടറി, കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, DGP ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ വെക്കാനായിട്ട് അങ്ങയുടെ ഒരു നിർദ്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഈ അങ്ങ് ഉപയോഗിച്ചൊരു വാചകമുണ്ട്, ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. കേരളം അങ്ങനെ ഒരു ക്യാപിറ്റൽ വരാൻ പാടില്ല. നമുക്ക് ആർക്കും താല്പര്യമില്ല. രാജസ്ഥാനിൽ നിന്ന് ഒരു കേരളീയനായി മാറി അങ്ങേക്ക് പോലും താല്പര്യം കാണത്തില്ല, അല്ലേ? അതുകൊണ്ട് അങ്ങ് ഏതൊരു നിർദ്ദേശമാണ് ഇവിടെ മുന്നിൽ വയ്ക്കുക? ഇത് ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ. ഈ ടീച്ചർമാരെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അവർക്ക് ഈ കുറേ അതിന് മേളിൽ ഉപാധികൾ വെച്ചിട്ടുണ്ട്, അവരെ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇനി ഹൈക്കോടതി സപ്പോർട്ടും കൂടിയുണ്ട്, നമുക്കൊന്നും നോക്കാനൊന്നുമില്ല. ഒരു കാര്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ബാഗ് പരിശോധനയോ ശരീര പരിശോധനയോ ഇല്ലെങ്കിൽ അവർ തെറ്റായ കാര്യം പറഞ്ഞിട്ടും കേൾക്കാതെ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള ആ അവകാശങ്ങൾ ടീച്ചറെ കൊടുത്താൽ ഈ 50% പ്രശ്നങ്ങൾ ഇവിടെ കുറയും. രണ്ടാമത്തെ ആ ദേവിയത അമ്മ ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ തന്നെ അന്ന് മുതൽ പരിപാടി തുടങ്ങണം. ഒന്നുമില്ലെങ്കിൽ കൗൺസിലറിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാൽ പേര് ചീത്താമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനമില്ലാത്ത ഭയം നമുക്ക് വേണ്ട. കൊണ്ടുപോയി കുട്ടിയെ നന്നാക്കാൻ കൊണ്ടുവരണം. 2 കാര്യമേ ഉള്ളൂ പറയാം. എന്തായാലും തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഈ കാര്യം വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ട് ശ്രദ്ധയിൽ കൂടി ഞാൻ കൊണ്ടുവരും. കാരണം അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു സെക്രട്ടേറിയറ്റ് പോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ കർക്കശമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. നാം മുന്നോട്ട് പറഞ്ഞിട്ട് പരിപാടി പങ്കെടുത്തു. അപ്പോൾ താങ്ക് യു. നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞത് അങ്ങ് കൂടെ വേണം. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. താങ്കൾ ഈ ലഹരിക്കെതിരായിട്ട് ഈ 30 ദിവസം പരിപാടി നടത്തിയല്ലോ. റിട്ടയർഡ് DGP സുബ്രഹ്മണ്യം സാർ അന്ന് വിളിച്ച് പറഞ്ഞു, ഋഷി യു മസ്റ്റ് ഗോ ടു ഹിസ് ചാനൽ, ഹി ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. പോയാൽ അതേ പറഞ്ഞു സുബ്രഹ്മണ്യം സാർ. ഒരു സല്യൂട്ട്. ഒന്ന്. രണ്ടാമത്തെ, താങ്കളെ ഞങ്ങൾ അറിയുന്നത് നമ്മൾ തമ്മിൽ പ്രോഗ്രാം നിന്നാണ്. അന്നേ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താങ്കൾ ഈ നിലയിൽ ഒരു TV ചാനലിൽ എത്രയോ മുന്നോട്ട് കൊണ്ടുപോയി. താങ്കളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് കവറേജിലേക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങയുടെ കൈ പിടിച്ചോണ്ട് ചോദിക്കുക, സിനിമ കയറാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ സത്യനന്ദിക്കാടിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ. അത് അങ്ങനെ തീരുമാനം എന്തോ ഒരു ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അഭിനയിക്കൂ? അല്ല, ഇല്ല. സംവിധായകനാകുക താല്പര്യം? അത്രേ ഉള്ളൂ കാര്യം. അങ്ങ് വലിയൊരു സംവിധായകൻ അറിയപ്പെട്ടിട്ട്. ഋഷിരാജ് അന്തേക്കാട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ.